നമസ്കാരം. അപ്പോൾ നമ്മുടെ യൂറോപ്യൻ കൺട്രികളിലൊക്കെ നടക്കുന്ന വിഷയത്തെ പറ്റിയൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ? അപ്പം യൂറോപ്പിനെ പറ്റി പറയുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് ഇന്ത്യയിലേക്കൊന്ന് വരാം. നമ്മുടെ കഴിഞ്ഞ വർഷം 2025 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഡിസംബർ 25-ാം തീയതി നമ്മുടെ ക്രിസ്മസ് ദിനാഘോഷങ്ങളോടടുപ്പിച്ച് രാജ്യങ്ങളിൽ പൊതു അവധിയായിരുന്നു. പക്ഷേ UP സർക്കാർ പുറത്തുവിട്ട ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ UP-യിലെ പിള്ളേർക്ക് അന്നത്തെ ദിവസം അവധി കൊടുക്കേണ്ട, പഠിപ്പിക്കണമെന്നുള്ള ഒരു നിലപാടായിരുന്നു UP സർക്കാരിൻ്റെ. ഇനി നമുക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ പണിയെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പണിയെടുത്ത് പൈസയുമായിട്ട് നാട്ടിൽ വരാൻ നോക്കണം. അവിടെ ചെന്ന് തേങ്ങ ഉടയ്ക്കാനും കോശത്ര നടത്താനും ഒക്കെ നിന്ന് കഴിഞ്ഞാണല്ലോ അവന്മാർ പിടിച്ച് വായിത്തരും. ഇപ്പോൾ ബംഗ്ലാദേശിലെ തന്നെ കാര്യം, മതത്തിനെ പറ്റി പറഞ്ഞതിൻ്റെ പുറത്താണ് അവർ തന്നെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കി അവിടെ കത്തിച്ചത്. അവിടെ ചെന്നിട്ട് ജയ് ശ്രീറാമും തേങ്ങ ഉടയ്ക്കാനും കെട്ടുകാഴ്ച നടത്താനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവന്മാർ പിടിച്ച് ഉറപ്പായിട്ടും വായിത്തരും. വലിയ പ്രതിഷേധം നടക്കുവാണ് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നേരെ തിരിച്ചൊന്നാലോചിച്ച് നോക്കും. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് എന്ന് പറയുമ്പോൾ വേറെ രാജ്യക്കാർ വന്നിട്ട് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കിടന്ന് ആഘോഷങ്ങൾ നടത്താനാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സർക്കാരും ജനക്കൂട്ടങ്ങളും സമ്മതിക്കുമോ? ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ മനസ്സിലാവും കാര്യം എന്തായിരിക്കും, പ്രശ്നങ്ങൾ എന്താ, എവിടം വരെ പോകുമെന്ന് മനസ്സിലാവും. അപ്പോൾ പണിയെടുക്കാൻ പോയാൽ പണിയെടുത്തിട്ട് പൈസയായിട്ട് നാട്ടിൽ വരിക, ഫാമിലിയായിട്ട് ജീവിക്കുക. അപ്പം ബൈ.